Good afternoon, everyone. Good afternoon, Miss. Good afternoon. Afternoon. Okay, good afternoon. Yeah. Start ചെയ്യാം. Start ചെയ്യൂ. ചെയ്തോളൂ. Ryan. Let's thought of today. Sign in. Are you? Dear God, come be with us today. Fill our hearts with joy. Fill our minds with learning. Fill our classroom with peace. Fill our lessons with fun. Fill our friendship with kindness. Fill our school with love. Amen. Okay. Thought for the day. Success is the sum of small efforts repeatedly and daily. Deepika Verma, welcome everyone. Good afternoon. Yeah. Next, sign in. Signing. Without positive attitude, success is called luck. With positive attitude, success is called achievement. പോസിറ്റീവ് മനോഭാവമില്ലാത്ത വിജയത്തെ ഭാഗ്യം എന്നും പോസിറ്റീവ് മനോഭാവത്തോടെയുള്ള വിജയത്തെ നേട്ടം എന്നും വിളിക്കുന്നു. സൈനിങ് ബൈ താഹിറ. Okay. Yeah. How are you? Fine, ma'am. Fine. Okay. പാസീവ് വോയിസ് ആയിരുന്നു അല്ലെ? എവിടെ വരെ എടുത്തിരുന്നു? പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തോ? എന്തൊന്നും ഇണ്ടാതെ? ഒരു ആക്ടിവിറ്റി തന്നിരുന്നു മാം. കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തോ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തന്നിരുന്നു. എല്ലാവരും ചെയ്തു. ചെയ്തോ? ചെയ്തു. ശരിയാണോന്നൊന്നും അറിയില്ല ടീച്ചർ. ശരിയാണോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിന്റെ കറക്റ്റ് ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയും നമ്മൾ അതിന് വേണ്ടി ടൈം കളയണ്ട, കാരണം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത്രയും എക്സാമിനൊന്നും വരില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തത്. നമ്മൾ ഒരുപാട് അതിനെ കുറിച്ച് പഠിച്ചതാണ് അല്ലേ? എന്റെ ആവശ്യമില്ലല്ലോ, ശരിയല്ലേ? ഓക്കെ. അപ്പോ പാസീവേഴ്സിന്റെ പറയൂ. പാസീവേഴ്സ് നമ്മൾ ഏതായിരുന്നു? പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ചെയ്തോ? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള മാറ്റാളെ പഠിപ്പിച്ചോ? പ്രസന്റ് കണ്ടിന്യൂസ് എടുക്കാണ്ട്. പ്രസന്റ് കണ്ടിന്യൂസോ ഇതാണോ? പ്രസന്റ് മാത്രമാണ് പഠിപ്പിച്ചത്, ആക്റ്റീവ് ടു പാസീവ്. നമ്മള് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും മാത്രം എടുത്തിട്ടുള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് എടുത്തിട്ടില്ല, സിമ്പിൾ പ്രസന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. യെസ്, സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരോടും കൂടി ചോദിക്കും. എല്ലാവരോടും ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, നോട്ട് എടുക്കുക, എഴുതാട്ടോ. പ്രസന്റ് കണ്ടിന്യൂസില് പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ട സ്ട്രക്ചർ എഴുതാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാട്ടോ. ഏതാണ് സ്ട്രക്ചർ? ഒബ്ജക്ട് പ്ലസ് ഈസ്, ആം ആർ പ്ലസ് being plus E3 plus by plus subject. Object plus is, am, are plus being plus E3 plus by plus subject. Okay. അപ്പോ ഒരു സെന്റൻസ് ഞാൻ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സിമ്പിൾ അല്ലേ? We are singing a song എന്ന് പറഞ്ഞേ.
എഴുതിക്കോ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതാം. We are singing a song. We are singing a song. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് അത് ആ സെന്റൻസ് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. കറക്റ്റ് ആൻസർ ടെക്സ്റ്റ് ചെയ്യാം, ഓരോരുത്തരും ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം, എല്ലാവരും. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടാട്ടോ. നമ്മള് തെറ്റിയാലും വിഷയമൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. A song is being conveyed. A song is being conveyed. Yes. എല്ലാവരും തെറ്റി ബിലോ സ്റ്റുഡൻസ് ഉണ്ട്, അത്രയും തന്നെ ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് വരേണ്ടതാണ്. ഓക്കെ, അപ്പോ കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്തുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ലെന്നാണോ? ഒന്ന് പറയാവോ? മനസ്സിലായില്ല? 5 പേര് മാത്രമേ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ലയോ? പറയൂ. അതായത് കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ലാസ്റ്റ് പറഞ്ഞ ദീപിക പറഞ്ഞത് മാത്രം മിസ്റ്റേക്ക് ആണ്. കാരണം ഞാൻ തന്നിരിക്കുന്ന സ്ട്രക്ചർ, നിങ്ങൾ എഴുതിയെടുത്ത സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെ ഫോളോ ചെയ്താണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് സെന്റൻസിനെ മാറ്റുന്നത്. അതായത് തന്നിരിക്കുന്ന സെന്റൻസ് വി ആർ സിംഗിങ് എ സോങ് എന്ന് പറയുന്ന സെന്റൻസിൽ ഒബ്ജക്ട് ഏതാന്ന് നോക്കുക. സ്ട്രക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഒബ്ജക്റ്റിനെ എഴുതാം, ഫസ്റ്റ് ഒബ്ജക്ട് എഴുതാം. വി ആർ സിംഗിങ് എ സോങ് എന്ന് പറയുന്ന സെന്റൻസിൽ എ സോങ് ആണ് ഒബ്ജക്ട്. ഓക്കെ, അതിനുശേഷം ഇത് പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് എ സോങ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടും നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഏതായിരിക്കണം? ഈസ് ആയിരിക്കണം. അപ്പൊ എ സോങ് ഈസ് അത്രയും വരെ കിട്ടി. അതിനുശേഷം സ്ട്രക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ബീയിങ് ആണ്. ബീയിങ് എന്തായാലും വേണം. അപ്പൊ എ സോങ് ഈസ് ബി. നെക്സ്റ്റ് സിംഗിങ്, സിംഗിന്റെ B3 ഫോം എടുക്കുക. സിംഗിന്റെ B3 ഫോം ഏതാ? സങ് ആണ് അല്ലെ? എന്താണ്? സിംഗ്, സാങ്, സങ്. സങ് ആണ്. അപ്പൊ എ സോങ് ഈസ് ബീയിങ് സങ്. ദെൻ ബൈ വേണം. ബൈ ഇവിടെ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലാ വി ആർ സിംഗിങ് എ സോങ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് ബി ആണ്. അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? അസ് ആയിട്ട് മാറും. ആൻസർ എന്താ വരാ? എ സോങ് ഈസ് ബീയിങ് സങ് ബൈ അസ് എന്നാ വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ എഴുതാം കേട്ടോ. He's cooking dinner. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് പറയാം, നോക്കി എഴുതാം. He is cooking dinner. Next, I am writing letters. I am writing a letter. They are painting the wall. They are painting on a spelling mistake under the wall. He is riding a bicycle. He is riding a bicycle. We are watching TV. Okay. Yeah.
ഒരു 5 ആക്റ്റീവ് വോയിസ് ഉണ്ട്, ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരുമിച്ച് 5 എണ്ണം ഒരുമിച്ച് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, നാലാമത്തെ പറഞ്ഞ ഒന്നുകൂടി ഒന്ന് പറയോ? നാലാമത്തെ ആണോ? യെസ് യെസ്, ഹീസ് റൈഡിങ് എ ബൈസൈക്കിൾ. അതിന്റെ മുന്നത്തെ they are painting the wall. Okay. ഞാൻ ഈ പറഞ്ഞതെല്ലാം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ 5 എണ്ണം ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നീ നോക്കി എഴുതാം. ഓക്കെ, ഇത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. 5ഉം ഒരുമിച്ച് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യും. മീൻസ് റൈഡിന്റെ V3 ഫോം എന്താന്ന് പറയോ? റൈഡിന്റെ V3 ആണോ? ആണോ എന്നാണ് ചോദിച്ചത് പിങ്കി? അതെ അതെ, V3 ഫോം. റിട്ടേൺ ആണ്. RIDDEN റിട്ടേൺ. താങ്ക് യു മാം. ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. എന്താണിത് എന്ന് പറയാത്തെ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ ആൻസർ പറയുള്ളൂ. കാരണം എനിക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയണം, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. നന്നായിട്ട് പഠിക്കണം, എക്സാമിന് വരുന്നതാണ്. എന്തായാലും എക്സാമിന് വരും. ഓക്കെ, എത്ര പേര് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കിയേ? നിങ്ങൾ തന്നെ നോക്കൂ. 3 പേര്. ബാക്കിയോ? നമ്മൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സില്?
കുറച്ച് പേര് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഞാൻ അയച്ചിട്ടുണ്ടേ, നോക്കാം. ഫസ്റ്റ് എന്താണ്? ഹീസ് കുക്കിംഗ് ഡിന്നർ. ആൻസർ ഡിന്നർ ഈസ് ബീങ് കുക്ക്ഡ് ബൈ ഹിം. Then എന്താണ്? I am writing a letter. A letter is being written by me. Then they painted the wall. The wall is being painted by them. He is riding a bicycle. A bicycle is being ridden by him. Then we are watching TV. TV is being watched by us. Okay? Clear ആയോ? Present continuous tense ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ അടുത്ത ടെൻസിലേക്ക് പോവാം. ക്ലിയർ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? ആർക്കെങ്കിലും? Clear? Okay. So we are next to the tense present. Okay. നമ്മള് present perfect നോക്കാം. അതിൽ സ്ട്രക്ചർ ചെയ്തിരിക്കും കേട്ടോ. Present perfect, object plus, has or have plus, been plus, B3 plus, by plus, S. Subject. Object plus, has or have plus, been plus, B3 plus, by plus, subject. Okay. Yeah. എഴുതി ഒരു സെന്റൻസ് തരാം, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോറി, പാസീവ് മാറ്റാം. She has eaten mangoes. She has eaten mangoes. ഓക്കെ, എഴുതാം. അതിന്റെ കറക്റ്റ് അതായത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. She has eaten mangoes. ഓക്കെ, ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. She has eaten mangoes. എല്ലാവരും നെക്സ്റ്റ് ചെയ്യൂ. She has eaten mangoes എന്ന് പറയുമ്പോ അതിൽ ഫസ്റ്റ് ഒബ്ജക്ട് ഏതാന്ന് നോക്കാം. ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഏതാണ്, ഹാസ് ആണോ ഹാവ് ആണോ വരാൻ നോക്കാം. അതിനുശേഷം ബീൻ ആഡ് ചെയ്യാം. then B3, then by plus subject. ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് പാസീവ് വോയിസിലേക്ക് എങ്ങനെയായിട്ട് മാറാം അത് അവിടെ എഴുതാം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണല്ലോ. പെട്ടെന്ന് നെക്സ്റ്റ് ചെയ്യും എല്ലാവരും. Yeah, mangoes have been eaten by her. Correct ആണ് കേട്ടോ. Mangoes have been eaten by her. Yeah. ഇപ്പോ പ്രസന്റ് ടെൻസ് ഏകദേശം നിങ്ങൾക്ക് പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് അല്ലെ. നമ്മളെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ കുറച്ച് ഇതേപോലെ കുറച്ച് സെന്റൻസ് തരാം. നിങ്ങളത് ആക്റ്റീവ് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, he has written a book. Written a book. He has written a book. We have visited the zoo. They have cooked the dinner.
She has completed the project. The team has won the game. Okay. Yeah. Okay. Now we have the 5 active voice. Okay. Now you can change it into passive voice. Then XP. Okay.
എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാട്ടോ. ഞാൻ അതിനാ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ഓക്കെ, വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാ. ഓക്കെ, എന്നിട്ട് ഞാൻ കറക്റ്റ് ആൻസർ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് അയക്കാം. കുറച്ചു പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആൻസർ കേട്ടോ. ഫസ്റ്റ് എന്താണ്? ഹി ഹാസ് റിട്ടേൺ എ ബുക്ക്. He has written a book എന്ന് പറയുമ്പോൾ a book has been written by him. Then a visitor, we have visited the zoo. We have the zoo has been visited. We have visited the zoo. The zoo has been visited by us. Then they have cooked dinner. Dinner has been cooked by them. Then she has completed the project. The project has been completed by her. Then the team has won the game. The game has been won by the team. Okay, clear? Clear ആണോ? പിന്നെടുത്ത present continuous and present perfect. ഇത് രണ്ട് ടെൻസും അല്ലെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് പ്രസന്റില് ഈ 3 ടെൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കി, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളത്. ഈ റൈറ്റ്സ് a letter is written by him.
എന്നുണ്ട്. ഓക്കെ, സബ്ജക്റ്റ് മാത്രം. ഇപ്പൊ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താണ് ത്രെഡ് വെച്ചിട്ട് മാത്രം, അതായത് സബ്ജക്റ്റിനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, then present continuous, he is writing a letter is being written. Present perfect tense, he has written a letter has been written. അതില് present perfect continuous നമുക്ക് passive voice ഇല്ല, മനസ്സിലായോ? അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒരു ആക്റ്റീവ് വോയിസ് ഉണ്ടെങ്കിൽ പാസീവ് വോയിസ് മാറ്റാൻ പറഞ്ഞാല് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റില്ല മീൻസ് അങ്ങനെ ഇല്ല. ഓക്കെ, 3 ടെൻസ് മാത്രമേ ഉള്ളൂ, പെർഫെക്റ്റ് വരെയുള്ളൂ, കണ്ടിന്യൂസിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ 3 ടെൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസന്റ് ടെൻസിലെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രസന്റ് ടെൻസ് ഫുള്ള് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനിയിപ്പോ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു ഡൗട്ട് ഉണ്ട്. സിമ്പിൾ പ്രസന്റിലെ കഴിഞ്ഞ ദിവസം ചെയ്തതില് ഒരു ഡൗട്ടാണ്. ഷീ ലവ്സ് ഹെർ കാർ വെരി മച്ച്. അപ്പൊ അതിനെ നമ്മൾ ഹെർ കാർ ഈസ് ലവ്ഡ് ബൈ ഹെർ വെരി മച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഹെർ കാർ ഈസ് ലവ്ഡ് വെരി മച്ച് ബൈ ഹെർ എന്ന് എഴുതിയാലും വെരി മച്ച് ഇടയിൽ വെച്ചാലും ലാസ്റ്റ് വെച്ചാലും കുഴപ്പമുണ്ടോ? വെരി മച്ച് ലാസ്റ്റ് വെക്കാറ്. അത് കഴിഞ്ഞ ദിവസം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതാണ് ഗൂഗിളിൽ നോക്കുമ്പോഴേ വെരി മച്ച് ഇടയിൽ വെച്ചിട്ട് കാണിച്ചായിരുന്നു, ചിലതിൽ ലാസ്റ്റ് വെച്ച് കാണിച്ചായിരുന്നു. അപ്പൊ അതൊരു ഡൗട്ട് അല്ലേ? ഓക്കെ, പക്ഷെ നമ്മള് ലാസ്റ്റാണ് പുതിയ വെക്കുക, കുഴപ്പമില്ല. എന്താ വലിയ മിസ്റ്റേക്ക് എന്ന് പറയാനൊന്നും, ലാസ്റ്റ് വെക്കാം, കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനും ഈ ഡൗട്ട് ചോദിച്ചിരുന്നു, പിന്നെ ആരോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വിട്ടത് കണ്ടായിരുന്നു. വെരി മച്ച് എന്നുള്ളത് ലാസ്റ്റ് വെക്കാനേ പറ്റുള്ളൂ എന്ന് ചോദിച്ചപ്പോ മിസ് പറഞ്ഞു ആ ലാസ്റ്റ് വെക്കാനേ പറ്റുള്ളൂ, പക്ഷെ ഇടയിൽ വെക്കുന്നുണ്ട്. ഗൂഗിളിൽ നോക്കി നോക്കുമ്പോ അങ്ങനെ കണ്ടു. ഇടയിൽ വെക്കാം, അത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് അത് കൂടുതലും ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം, മിസ്സേ ലാസ്റ്റ് വെച്ചാലോ ഇടയിൽ വെച്ചാലോ കുഴപ്പമുണ്ടോ എന്ന് വെക്കും. ലാസ്റ്റ് വെക്കണോ ഇടയിൽ വെക്കണോ എന്ന് കൺഫ്യൂഷൻ വരും. അതിലും നല്ലത് ഒരെണ്ണം പറയുന്നല്ലേ. ലാസ്റ്റ് വെക്കാന്ന് പറഞ്ഞാൽ ഓക്കെ, എല്ലാവരും ലാസ്റ്റ് തന്നെ വെക്കും. ഓക്കെ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറിയത്. ഹോംവർക്ക് തന്നത് എല്ലാരും പ്രസന്റ് ഡൗട്ടൊക്കെ തീർത്തായിരുന്നോ? ഇല്ലില്ല, അതിന്റെ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ മിസ്. മിസ് വെറുതെ 3 ഫോമുകൾ V1 V2 V3 കൂടി അപ്ലോഡ് ചെയ്യോ? കുറച്ച് ഇറഗുലർ വെർബ്സിന്റെ V1 V2 V3 ഒന്ന് അപ്ലോഡ് ചെയ്യോ? അപ്ലോഡ് ചെയ്യണം, ഞാൻ പറഞ്ഞു തന്നാ മതിയോ? ടൈം പോവില്ലേ? എഴുതിയെടുക്കുമ്പോ ടൈം പോവില്ലേ? അത് ക്ലാസ് റൂമിൽ ഇട്ടെന്നാ മതി, കാരണം ക്ലാസ്സിൽ അത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മിസ് അത് ക്ലാസ് റൂമിൽ ഇട്ടെന്നാ മതി. ഓക്കെ, കുറച്ച് ടൈം എടുക്കാം, കാരണം മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാം, എന്താ പറയാ, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ മിസ്. ഇനി പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി പാസ്റ്റിലേക്ക് ഞാൻ പോണോ? ഇന്ന് പോണോ? പാസ്റ്റ് എടുക്കണോ? പാസ്റ്റ് മുതൽ നോട്ട് ചെയ്ത് വെക്കണോ വേണ്ടയോ? പറയൂ, എന്താണ്? പറയൂ, എന്തെങ്കിലും ഒപ്പീനിയൻ പറയൂ. എഴുതി വെക്കാം മിസ്സേ. എഴുതി വെക്കാം. ഗുഡ് ഡിസിഷൻ. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് എഴുതിക്കോളൂ കേട്ടോ. ഹെഡിങ് കൊടുക്കാം പാസ്റ്റ് ടെൻസ്. അതില് ഫസ്റ്റ് വൺ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഏതാ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ഈ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ മിക്കവാറും ഇപ്പോ സിമ്പിൾ പാസ്റ്റ് മാത്രം എടുക്കാൻ പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, എന്നാലും എഴുതിക്കോളൂ. സ്ട്രക്ചർ ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് നിങ്ങൾ നോക്കേണ്ടത് അത് ഏത് ടെൻസ് ആണെന്ന് നോക്കാം. അറിയാലോ, ടെൻസ് ഐഡന്റിഫൈ ചെയ്യുമ്പോ അറിയാലോ, പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ടെൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് തോന്നിയാൽ അതിനെ ഈ സ്ട്രക്ചർ വെച്ചിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ,
അതിന് എക്സാമ്പിള് പറയണം. we were sorry. Okay, example എഴുതിക്കോളൂ ട്ടോ. He played cricket. He played cricket. He played cricket. He played cricket. Okay, അതിന്റെ ആൻസർ ടെക്സ്റ്റ് ചെയ്യാം. Okay, yeah, cricket was played by him എന്നാണ് ട്ടോ. അടുത്ത ഓക്കെ, ഇവിടെ 5 സെന്റൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഷീ റോട്ട് എ സ്റ്റോറി. അതിനുശേഷം ദേ കോട്ട് ദ തീഫ്. ഓക്കെ, അതിനുശേഷം രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടേ. ഞാൻ മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വരാം. She wrote a story. They caught the thief. The waiter served the food. Simi washed the dishes. The doctor gave him medicine. ഈ 5 എണ്ണോ, ഈ 5 ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് ചെയ്യാം ട്ടോ.
Okay, correct answer ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്? She wrote a story. A story was written by her. Then they caught the thief. The thief was caught by them. Next, the waiter served the food. The food was served by the waiter. Then Simi washed the dishes. Dishes എന്ന് പറയുന്നത് plural ആയതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ട വാസ് അല്ല വേറെ വരാം. അപ്പോ the dishes were washed by Simi. Next, the doctor gave him medicine എന്നാ പറയുന്നത്. അവന് കൊടുത്തു എന്ന് പറയുമ്പോ അവിടെ ഒബ്ജക്റ്റ് ഹിം ആണ് അല്ലെ? അപ്പൊ ഹി ആണ് വരാ. He was given medicine by the doctor എന്നാ വരാ. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും എക്സാമിന് വരില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എക്സാം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവർക്കും ആക്ടിവിറ്റീസ് എല്ലാം ക്ലിയർ ആണ്. മാം ഈ ലാസ്റ്റ് വൺ ഒന്നുകൂടെ ഒന്ന് പറയാം. ലാസ്റ്റ് വണ്ണെങ്കിൽ എന്തായാലും ഡൗട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് വൺ ആൻസർ വരാം. ഇവിടെ ഡോക്ടറിന് മെഡിസിൻ കൊടുത്തു എന്നാ പറയാം അല്ലെ? ഡോക്ടർ ഗേവ് ഹിം മെഡിസിൻ ആ പറയുന്നത്. അവന് കൊടുത്തു, എന്ത് കൊടുത്തു? മെഡിസിൻ കൊടുത്തു. പക്ഷെ ചിന്തിക്കുമ്പോൾ നമ്മൾ മെഡിസിൻ ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കാണുമെങ്കിൽ അവിടെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഡൗട്ട് വരാം. ഹി വാസ് ഗിവൺ മെഡിസിൻ ബൈ ദി ഡോക്ടർ എന്നാണ് ആൻസർ വരാം. ഓക്കെ, പക്ഷെ നിങ്ങൾ എല്ലാവരും എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, മെഡിസിൻ വാസ് ഗിവൺ ബൈ ദി ഡോക്ടർ. അങ്ങനെയായിരിക്കണം, ശരിയാണ്. ഓക്കെ, ഞാനത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ നമുക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ ആണോ? യെസ്, ഓക്കെ, അതർവൈസ് ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ? അവിടെ ക്ലിയർ? ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യൂ, സൈൻ ഔട്ട്. Okay, ma'am. No darkness can defeat us if we have a light of goodness in our hearts. നന്മയുടെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നമ്മെ തോൽപ്പിക്കാനാവില്ല. സൈൻ ഔട്ട് ബൈ താഹിറ. Okay, so thank you all. See you on next class. Thank you, ma'am. Thank you, ma'am.